ഹായ് ഓൾ, SSEduXൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെറ്റ് ഹിസ്റ്ററിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഈ ഒരു 2024 ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 40 ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞു. ഇനി 41 മുതലുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ PDF ബാച്ചിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ടിനാണ് ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസർ കീസും അതുപോലെ തന്നെ വാട്സാപ്പിൽ ചില ഓഡിയോ ക്ലാസ്സുകളായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ, സിലബസ് ബേസ്ഡ് നോട്ട്സ് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഹെഡ് ഓഫ് ദ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർ ഡൽഹി സുൽത്താൻസ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചോദിക്കും, അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിലായാലും മുഗൾ എംപയറിലായാലും അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അവയുടെ ഹെഡ് ആരായിരുന്നു, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരെന്തായിരുന്നു, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും കണ്ടുവരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഹെഡ് ഓഫ് ദ റെക്കോർഡ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് സദറുസുദർ, അതുപോലെ ഖാസിയുൽ ഖുസാത്ത്, അമീറി മുൻഷി ആൻഡ് ബാരിദി മുമാലിക്. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? റെക്കോർഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനെയാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. അമീർ ഇ മുൻഷിയാണ്. ഓക്കെ, അമീർ ഇ മുൻഷിയാണ് ഹെഡ് ഓഫ് റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ സദറുസുദർ ആരാണ്? നമ്മുടെ അവിടുത്തെ ജസ്റ്റിസിൻ്റെ, അല്ലെങ്കിൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് സദറുസുദറിനെ പറയാൻ സാധിക്കും. ബാരിദ് എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ റിലീജിയനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഇത് ഖാസിയു ഖുസാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ മുഗൾ എംപയറിലും ചോദിക്കാറുണ്ട്, സുൽത്താനേറ്റ്സിലും ചോദിക്കാറുണ്ട്. അപ്പോൾ സുൽത്താനേറ്റ്സിലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ്, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. 1857 റിവോൾട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ചില മ്യൂട്ടിനീസ് ചോദിച്ചിട്ടുണ്ട്. വെല്ലൂർ മ്യൂട്ടിനി, 47th റെജിമെൻറ്റ് ബാരക്പൂർ സിപ്പോയ്സ്, 34th ബംഗാൾ നാറ്റീവ് ഇൻഫാൻട്രി. അതിൻ്റെ ഇയേഴ്സും തമ്മിൽ കണക്ട് ചെയ്യാനാണ്. 1857, 1824, 1806, 1764. ഇതിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ ഏതായിട്ട് പറയാൻ പറ്റും? മ്യൂട്ടിനി ഓഫ് ബംഗാൾ വരുന്നത്. മ്യൂട്ടിനി ഓഫ് ബംഗാൾ ഏതാണ് വരുന്നത്? മ്യൂട്ടിനി ഓഫ് ബംഗാൾ സിപ്പോയ്സ് വരുന്നത് 1764 1764 എന്ത് വന്നിട്ടുണ്ട്? ബംഗാളിൽ ഒരു സിപ്പോയ് മ്യൂട്ടിനി ഉണ്ടായിട്ടുണ്ട് 1764. നെക്സ്റ്റ്, വെല്ലൂർ മ്യൂട്ടിനി നടന്നിട്ടുള്ള ഇയർ ഏതാണ്? വെല്ലൂർ മ്യൂട്ടിനി നടന്നിട്ടുള്ള ഇയർ 1806 വെല്ലൂർ മ്യൂട്ടിനി നടക്കുന്നത്. 1806 വെല്ലൂർ മ്യൂട്ടിനി നടക്കുന്നത്. 1824 1824 47th റെജിമെൻറ്റ് ബാരക്പൂർ സിപ്പോയ്സ് എന്ന് പറയുന്ന മ്യൂട്ടിനി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി 47th റെജിമെൻറ്റ് ബാരക്പൂർ സിപ്പോയ്സ് നടക്കുന്നത് എന്നാണ്. 47th റെജിമെൻറ്റ് ബാരക്പൂർ സിപ്പോയ്സ് നടക്കുന്നത് 1824. 34th ബംഗാൾ നാറ്റീവ് ഇൻഫാൻട്രി നടക്കുന്നത് എന്നാണ് 1857. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 1857 റിവോൾട്ടിന് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ട് നടന്നിട്ടുള്ള സിപ്പോയ് മ്യൂട്ടിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. മ്യൂട്ടിനി ഓഫ് ബംഗാൾ സിപ്പോയ് വരുന്നത് 1764, അതുപോലെ വെല്ലൂർ മ്യൂട്ടിനി 1806, 47th റെജിമെൻറ്റ് ബാരക്പൂർ സിപ്പോയ്സ് വരുന്നത് 1824, 34th ബംഗാൾ നാറ്റീവ് ഇൻഫാൻട്രി വരുന്നത് 1857. നെക്സ്റ്റ്, ഇവിടെ തന്നെ 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ നോക്കി വെക്കേണ്ടത്, ഈ 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട് പല ഹിസ്റ്റോറിയൻസും ഇതിനെ പല
പേരിട്ട് വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് 1857 റിവോൾട്ടിനെ കുറിച്ച്. ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് ഈ ഒരു 1857 റിവോൾട്ട് എന്ന് പറഞ്ഞത് VD സവർക്കറാണ്. അല്ലെങ്കിൽ സിപ്പോയ് മ്യൂട്ടിനി എന്ന് വിളിച്ചത് ആരാണ്? 1857 ബന്ധപ്പെട്ട് ഇത്തരം ഹിസ്റ്റോറിയൻസും അവരുടെ വ്യൂസും പ്രത്യേകം മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ്, കോസസ് ഓഫ് ദ സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ ഡു നോട്ട് ഇൻക്ലൂഡ്. സെക്കൻഡ് ആംഗ്ലോ സിഖ് വാറിൻ്റെ കോസസിൽ, കാരണത്തിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക, നോട്ട് ഇൻക്ലൂഡ് ആണ്. റിവോൾട്ട് ഓഫ് മോൾ രാജ്, റിവോൾട്ട് ഓഫ് ഷേർ സിംഗ്, ഡിസ്കണ്ടൻറ്റ്മെൻറ്റ് ഓഫ് സിഖ് സർദാർ, ഡിസ്ട്രക്ഷൻ ഓഫ് ഇമാംഗർ. ഇവിടെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ D ആണ്. ഡിസ്ട്രക്ഷൻ ഓഫ് ഇമാംഗർ എന്ന് പറയുന്നത് ആംഗ്ലോ സിഖ് വാറിൻ്റെ, രണ്ടാം ആംഗ്ലോ സിഖ് വാറിൻ്റെ കാരണമല്ല എന്നുള്ളതാണ്. അപ്പോൾ റിവോൾട്ട് ഓഫ് മോൾ രാജ്, റിവോൾട്ട് ഓഫ് ഷേർ സിംഗ്, ഡിസ്കണ്ടൻറ്റ്മെൻറ്റ് ഓഫ് സിഖ് സർദാർ, ഇതെല്ലാം എന്താണ്? സെക്കൻഡ് ആംഗ്ലോ സിഖ് വാറിൻ്റെ കാരണങ്ങളിൽ പെടുന്നതാണ്. നെക്സ്റ്റ്, പാലക്കോണ്ട ഔട്ട്ബ്രേക്ക് ഒക്കേർഡ് ഇൻ. പാലക്കോണ്ട ഔട്ട്ബ്രേക്ക് ഒക്കേർഡ് ഇൻ മഹാരാഷ്ട്ര, ഒറീസ, ആന്ധ്രാപ്രദേശ്, കർണാടക. കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ആന്ധ്രാപ്രദേശാണ്. ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, നാംദാരി മൂവ്മെൻറ്റ് വാസ് ഫൗണ്ടഡ് ബൈ. നാംദാരി മൂവ്മെൻറ്റ് ഫൗണ്ട് ചെയ്തത് ആരാണ്? ബാബ ദയാൽദാസ്, ബാബ രാം സിംഗ്, ബാബ ഗുർദീപ് സിംഗ്, ഗുരു ഗോബിന്ദ് സിംഗ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നാംദാരി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ബാബ രാം സിംഗ് ആണ്. ബാബ രാം സിംഗ് ആണ് നാംദാരി മൂവ്മെൻറ്റ് ബിഗിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് നാംദാരി മൂവ്മെൻറ്റ്, അതിൻ്റെ ഇയർ ഒന്ന് പ്രത്യേകം എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴും ആ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് പഠിച്ചു പോകാതെ ആ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. Next, identify the statement which is not true regarding growth of Indian middle class. ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് വരാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോട്ട് ട്രൂ ആണ്. കണ്ടിന്യൂഷൻ ഓഫ് ഫ്യൂഡലിസ്റ്റിക് മെൻറ്റാലിറ്റി, കണ്ടിന്യൂഷൻ ഓഫ് ഫ്യൂഡലിസ്റ്റിക് മെൻറ്റാലിറ്റി, റൈസ് ഓഫ് ന്യൂ ലാൻഡ് ഓണിംഗ് ക്ലാസ്, ട്രേഡ്, കൊമേഴ്സ്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഓഫ് യൂറോപ്യൻസ്, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? നോട്ട് ട്രൂ ആണ്. ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം കറക്റ്റ് ഓപ്ഷനായിട്ട് ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ്. കണ്ടിന്യൂഷൻ ഓഫ് ഫ്യൂഡലിസ്റ്റിക് മെൻറ്റാലിറ്റിയാണ്. കണ്ടിന്യൂഷൻ ഓഫ് ഫ്യൂഡലിസ്റ്റിക് മെൻറ്റാലിറ്റിയാണ് ഇതുമായിട്ട് ബന്ധമില്ലാത്തത്. ബാക്കി 3 കാര്യങ്ങളും, റൈസ് ഓഫ് ന്യൂ ലാൻഡ് ഓണിംഗ് ക്ലാസ്, ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഓഫ് യൂറോപ്യൻസ് ആൻഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷനും എന്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്? ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ മിഡിൽ ക്ലാസ്, ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിൻ്റെ വളർച്ചയെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, recommendation of constitution of railway board with a chairman and 2 members was made by. Recommendation of constitution of railway board with a chairman and 2 members. അതായത് റെയിൽവേ ബോർഡ് എന്ന് പറയുന്ന ഒരു ബോഡി രൂപീകരിക്കാൻ അതിൻ്റെ ചെയർമാനും 2 മെമ്പേഴ്സും അടങ്ങുന്ന ഇതിനുള്ള റെക്കമെൻഡേഷൻ നൽകിയത് ആരാണ്? തോമസ് റോബർട്ട്സൺ, ജോൺ മോർലി, വില്യം ഓക്വർത്ത്, സർ റാൽഫ് വെഡ്ജ്വുഡ്. ആരാണ് ഇതിൻ്റെ ഈ ഒരു റെയിൽവേ ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷന് നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ അതിൻ്റെ റെക്കമെൻഡേഷൻ നൽകിയത്? കറക്റ്റ് ഓപ്ഷൻ ആരാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ എ ആണ്. തോമസ് റോബർട്ട്സൺ ആണ്. തോമസ് റോബർട്ട്സൺ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത്. നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ PDF ബാച്ചിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക.